ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും ദൈവം സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. നിന്റെ മുമ്പിൽ പല വാതിലുകളും അടഞ്ഞേക്കാം. പലരും നിന്നെ തള്ളിക്കളഞ്ഞേക്കാം. നിന്നെ തള്ളിക്കളഞ്ഞവർ തന്നെ തിരികെ വിളിക്കുന്ന ഒരു സമയം നിനക്ക് വരും. എത്രയോ രാപ്പകലുകൾ ആരും കാണാതെ നീ കരഞ്ഞിട്ടുണ്ട്. നീ കരഞ്ഞതിനൊക്കെയും നിനക്ക് 100 മടങ്ങ് അനുഗ്രഹം കർത്താവ് തരും. കണ്ണുനീരിനെ കാണുന്ന ഒരു ദൈവമുണ്ടെന്ന് നീ ഓർത്തോണം. നിന്നെ വിളിച്ചവൻ വിശ്വസ്തനാണ്. നീ ആരുടെ മുമ്പിലും കൈനീട്ടണ്ട. ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നെ ഏൽപ്പിച്ചു കൊടുത്താൽ മാത്രം മതി. കോഴി തൻ്റെ കുഞ്ഞിനെ ചിറകൻ കീഴിൽ മറച്ചു വെക്കുന്നത് പോലെ നിന്നെ അവൻ ചേർത്ത് പിടിക്കും. പൂർണ്ണ ഹൃദയത്തോടെ അവനിലായിരിക്കുക. നിന്റെ ബുദ്ധിയിൽ നീ ഒന്നും ചെയ്യാൻ ശ്രമിക്കരുത്. നിന്റെ ആവശ്യങ്ങൾ ദൈവസന്നിധിയിൽ ഏൽപ്പിക്കണം. വചനം ഇപ്രകാരം പറയുന്നു. സദൃശവാക്യങ്ങൾ 3-ാം അധ്യായം അതിൻ്റെ 5-6 വാക്യങ്ങൾ പ്രകാരം പറയുന്നു. പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കാം. സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക. അവൻ നിന്റെ പാതകളെ നേരെയാക്കും. നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളണം. നീ പോകുന്ന പോക്കിലും വരവിലും ഒക്കെ അവൻ നിന്റെ പാതകളെ നേരെയാക്കും. ഈ വചനം കേട്ട എല്ലാവരെയും ദൈവം സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.